ഈ 2-3 ദിവസമായിട്ടുള്ള ആ നടപടിക്രമങ്ങൾ കാണുമ്പോൾ പ്രതീക്ഷ കുറവാണ്. അതായത് ഒരു സസ്പെൻഷൻ എന്നുള്ളതല്ല, അതായത് ഇങ്ങനെ ക്രിമിനൽ പ്രവൃത്തി ചെയ്യുന്നത് സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മൾ ഒരു സ്റ്റേഷനിൽ ചെല്ലുന്നു, ഞാൻ ആവശ്യപ്പെടുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ, നമ്മുടെ വില്ലേജ് ഓഫീസ്, നമ്മുടെ പഞ്ചായത്ത് ഓഫീസ്. രതീഷ് എന്ന് പറയുന്ന ആള് അതിനുശേഷം നിങ്ങൾ ഹൈക്കോടതി വരെ ഇപ്പൊ കേസ് നിൽക്കുന്നുണ്ട്, അതിനുശേഷവും നിങ്ങളെ സ്വാധീനിക്കാനും ക്ഷമ പറയാനും വന്നിട്ടുണ്ട്. ക്ഷമ പറയാനും സ്വാധീനിക്കാനും വന്നിട്ടുണ്ട്. അത് ഒരു തവണയല്ല, അദ്ദേഹം ഒരു തവണ വന്നു. പിന്നെ മനുഷ്യാവകാശത്തിൻ്റെ സിറ്റിംഗ് തൃശ്ശൂർ നടക്കുമ്പോൾ രാമനിലയത്തിൽ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തു. ഇതിൽ വളരെ പാത്തറ്റിക്കായൊരു കാര്യം പറയുന്നത്, കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷനിൽ ഞാൻ പരാതി കൊടുത്തു 1 കൊല്ലമായി, 4 സിറ്റിംഗ് കഴിഞ്ഞിട്ടും ഇതേവരെ അവരുടെ ഭാഗത്തുനിന്ന്, അവർക്ക് ഞാൻ ആദ്യം പരാതി കൊടുത്തത് എനിക്ക് CCTV കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഒരു നടപടി അവരുണ്ടായില്ല. അവർ അത് CCTV പിടിച്ചെടുക്കാനോ അത് പ്രിസർവ് ചെയ്യാനോ യാതൊരു നടപടിയും മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടായില്ല. അല്പമെങ്കിലും അനുകൂലമായൊരു നിലപാടുണ്ടാകുന്നത് സ്റ്റേറ്റ് വിവരാവകാശ കമ്മീഷൻ എന്നാണ്. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന് നമ്മൾ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ അതിന് ഞാൻ എൻ്റെ ഭാഗമെല്ലാം ഞാൻ ഈ മനുഷ്യാവകാശ കമ്മീഷനിൽ ഞാൻ ഇന്നലെ ചാനലുകാർക്ക് ബ്രേക്ക് ചെയ്ത ചാനലുകാർക്ക് തന്ന ആ CCTV മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള മെമ്പറായ മിസ്സസ് ഗീതയ്ക്ക് ഞാനതെല്ലാം കാണിച്ചു കൊടുത്തു. അതിനു മുമ്പ് ഇരുന്ന ബീനയ്ക്ക് കാണിച്ചു കൊടുത്തു. അപ്പം ഞാനിത് തരാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കിട്ടിയ ലീഗൽ ഉപദേശം, നിങ്ങൾ ഈ പരാതികളെല്ലാം കൊടുക്കുന്നതിനിടയിൽ ഇതിപ്പോൾ ചാനലുകാർക്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊടുക്കാതിരുന്നത്. ഞാൻ മനുഷ്യാവകാശത്തിൻ്റെ മുമ്പിരുന്ന മെമ്പർ ബീനയ്ക്ക് കൊടുത്തു, ഗീതയ്ക്ക് കൊടുത്തു. ഇതെല്ലാം അവർ കണ്ടിട്ട് അവർ അതിശയപ്പെട്ടു, ഇങ്ങനെയൊക്കെ ചെയ്യുമോ. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് ഈ CCTV പിടിച്ചെടുത്ത് എനിക്ക് തരാനുള്ള യാതൊരു നടപടി ഉണ്ടായില്ല. അപ്പോൾ 4-5 സീറ്റിംഗ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ്റെ സിറ്റിങ്ങിൽ ഞാൻ പോയി, ഇദ്ദേഹം കൂടി വന്നു. അപ്പോൾ ലാസ്റ്റ് മനുഷ്യാവകാശത്തിൻ്റെ സിറ്റിങ്ങിന് വന്നപ്പോൾ വീണ്ടും ഇദ്ദേഹം എന്നെ കാണാൻ വന്നു. എന്നിട്ട് ആവശ്യപ്പെട്ട എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണം, ഞാൻ ഈ 5 ലക്ഷം ഞാൻ വാങ്ങിച്ചിട്ടില്ല, അവനാണ് മേടിച്ചുകൊണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് സെർച്ച് നടത്തി ഈ 5 ലക്ഷം രൂപ കണ്ടെടുക്കാൻ പറ്റില്ല? പണം മടക്കി തരാമെന്നല്ലോ ഓഫറല്ലോ ഇയാൾ വെച്ചോ? ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇദ്ദേഹത്തിന് അതിൽ പങ്കില്ല. പോലീസുകാർ ഇദ്ദേഹത്തിനെ പറ്റിച്ചു. ആ സ്റ്റേഷനിലെ പോലീസുകാരാണ്, ഈ മഹേഷ് എന്ന് പറഞ്ഞ പോലീസുകാരും അവരെല്ലാം കൂടി അയാളെ പറ്റിച്ചതാണ്. അയാൾ പെട്ടെന്ന് നല്ലൊരു മൊമെൻ്ററി അയാൾ ഇതായിട്ടാണ് ഇത് ചെയ്തു പോയത്. അയാളുടെ ഭാഗത്ത് നിന്ന് അബദ്ധം പറ്റി. അതിന് ശേഷം വീണ്ടും ഇയാൾ പോയതിന് ശേഷം ഇരുന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു, മിസ്റ്റർ അജിത്ത്. ഈ അജിത്ത് എന്നെയും മകനെയും സ്റ്റേഷനിലേക്ക് വിളിച്ച് വരുത്തി ഒരു 2 മണിക്കൂറോളം ഞങ്ങളോട് ഒരു കൺസീലേറ്ററി ടോക്ക് നടത്തി. ഒരു 2 അടിയല്ലേ 3 അടിയല്ലേ നിങ്ങളുടെ ആൾക്ക് കിട്ടിയുള്ളൂ, അവസരപ്പെട്ട അത് ക്ഷമിക്കുക. അവസരപ്പെട്ട ഒരു ബിസിനസ്സുകാരനല്ലേ, പോലീസുമായിട്ടൊക്കെ ഏറ്റുമുട്ടാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളിലേക്ക് ചെല്ലും, ബിസിനസ് നടത്തുന്നവർക്ക് അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അവസരപ്പെട്ട അത് ക്ഷമിച്ച് വിട്ടുകളാ. അവസരപ്പെട്ടന് ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപ പോയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് സാരമില്ല, അവസരപ്പെട്ട അത് വിട്ടുകളാ. 2 മണിക്കൂറോളം എൻ്റെ മകനുമായിട്ട്, രണ്ടാമത് വന്ന SI അല്ല സർക്കിൾ ഇൻസ്പെക്ടർ, എൻ്റെ അടുത്ത് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും ഇത് മുമ്പോട്ട് വെച്ച കാലം പുറകോട്ട് എടുക്കില്ല, ഈ ഉദ്യോഗസ്ഥന് സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് വരെ എൻ്റെ നിയമപരമായ പോരാട്ടം തുടരുമെന്ന് ഞാൻ പറഞ്ഞ് ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. 3 ദിവസം കഴിഞ്ഞിട്ട് ഇദ്ദേഹം എന്നെ ബൈപ്പാസ് ചെയ്ത് എൻ്റെ മകനെ നേരിട്ട് വിളിച്ച്, ഈ CI അജിത്ത്, ഇദ്ദേഹം SI രതീഷിന് ശേഷം വന്ന അജിത്ത് ഞങ്ങളുടെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഗ്രൗണ്ടിൽ വണ്ടി ഓടിച്ച് വന്ന് എൻ്റെ മകനോട് 6 മണി മുതൽ വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെ ചർച്ച നടത്തി. ചർച്ചയുടെ കാര്യമൊന്നുമില്ല, ഇത് ഒത്തുതീർപ്പാക്കണം, അവനെ വെറുതെ വിടണം, നിങ്ങൾക്ക് പോലീസിൻ്റെ എല്ലാവിധ സഹായങ്ങളും ഭാവിയിലുണ്ടാവും, അതുകൊണ്ട് രതീഷിനെ രക്ഷിക്കണം. ഈ ഉദ്യോഗസ്ഥൻ ചെയ്തില്ലെങ്കിൽ ഭീഷണി ഉണ്ടായിരുന്നു. അല്ല, ഭീഷണി എന്ന് പറയുന്നത് നിങ്ങൾ ബിസിനസ് നടത്തുന്നവർക്ക് പോലീസിൻ്റെ ആവശ്യം എപ്പോഴും ഉണ്ടാവും. പോലീസിനെ നിങ്ങൾക്ക് വിളിക്കുമ്പോൾ വെളിപ്പാടകലെ പോലീസ് വരുമോ, നിങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരുകയും ചെയ്യണമെങ്കിൽ നിങ്ങൾ പോലീസിനെ ഒരു കാരണവശാലും നിങ്ങൾ മുഷിപ്പിക്കരുത്, അതുകൊണ്ട് കേസ് പിൻവലിക്കണം. അപ്പോൾ 9 മണി ആയപ്പോഴും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ മകൻ എന്നെ വിളിച്ചു, ഇങ്ങനെ സർക്കിൾ ഇൻസ്പെക്ടർ അജിത്ത് ഞാനായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഓൾറെഡി നമ്മൾ സ്റ്റേഷനിൽ വെച്ച് ഇത് നോ പറഞ്ഞു പോയതല്ലേ, എന്തിനാണ് അദ്ദേഹത്തിനോട് അടുത്തേക്ക് ചർച്ച നടത്താൻ പോയത്? അപ്പോൾ പറഞ്ഞു,